വാർത്തകൾ നോക്കാം വിശദമായി. റിപ്പോർട്ടർ ചാനലിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതിയെ വാക്കാൽ അറിയിച്ചു. ചട്ടം മറികടന്ന് ചാനലിന്റെ ലൈസൻസ് കൈമാറി എന്നായിരുന്നു ഹർജിയിലെ പ്രധാന വാദം. ഹർജിയിൽ ലൈസൻസ് ഉടമയോട് വിശദീകരണം തേടിയിട്ടുണ്ട് എന്ന് കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. സാബു എം ജേക്കബ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് നിലപാട് ഹൈക്കോടതിയിൽ വിശദീകരിച്ചത്. സാബു എം ജേക്കബാണ് ഇത് സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തുന്നത്. എന്തായാലും ചാനൽ ഉടമയോട് വിശദീകരണം തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. വളരെ നിർണായകമായ വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്ത് വന്നത്. ചാനൽ ഉടമയോട്, അതായത് റിപ്പോർട്ടർ ചാനലിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. ചാനലിന്റെ സുരക്ഷാ ക്ലിയറൻസ് പിൻവലിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ MS ആണ് ചേരുന്നത്. വീണ, വളരെ നിർണായകമായ വാർത്തയാണ്. റിപ്പോർട്ടർ ചാനലിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിന്റെ സുരക്ഷാ ക്ലിയറൻസ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്? രാഖി, ഇതുമായി ബന്ധപ്പെട്ട ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഹൈക്കോടതിയിൽ വ്യക്തമായിരിക്കുന്നത്. 2020 അധ്യക്ഷൻ സാബു എം ജേക്കബാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് റിപ്പോർട്ടർ ചാനലിന് ലൈസൻസ് ഇല്ല, ലൈസൻസ് കൈമാറിയത് ചട്ടവിരുദ്ധമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിലാണ് സുരക്ഷാ ക്ലിയറൻസ് ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതിക്ക് ഈ ഒരു അറിയിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ചട്ടവിരുദ്ധമായി ഇത് കൈമാറി എന്നുള്ള വിവരങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ട്. അതായത് മുൻ ഉടമ ഇതുമായി ബന്ധപ്പെട്ട് ചാനലിൻ്റെ ക്ലിയറൻസുമായി ബന്ധപ്പെട്ടും ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അത് കൃത്യമായി തന്നെ ഉടമസ്ഥ അവകാശം കൈമാറിയ സമയത്ത് ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും അതുപോലെ തന്നെ കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തെയും അറിയിച്ചിരുന്നില്ല എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ഈ മുൻ ഉടമയായിരുന്ന MV നികേഷ് കുമാർ പുതിയ ഉടമകൾക്ക് ഇത് കൈമാറിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കൈമാറ്റം ചെയ്തുവെന്ന് അടക്കമുള്ള വിവരങ്ങളൊന്നും തന്നെ അറിയിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് സുരക്ഷാ ക്ലിയറൻസ് ഇല്ല, ഈ ഒരു സാഹചര്യത്തിൽ സുരക്ഷാ ക്ലിയറൻസ് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന്, ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുതിയ ഉടമകളോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഒപ്പം തന്നെ കേന്ദ്ര വാർത്താ മന്ത്രാലയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2 മാസത്തെ സമയം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞിരിക്കുന്നുണ്ട്. ആ 2 മാസത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ചാനലിൻ്റെ സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകുന്ന മുറയ്ക്ക് അത് ഹൈക്കോടതിയിൽ അറിയിക്കണമെന്നുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് സാബു എം ജേക്കബ് നൽകിയ ഹർജി തീർപ്പാക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. എന്തായാലും മറ്റു വാർത്തകളും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകുന്ന ഒരു റിപ്പോർട്ടർ ചാനൽ ഒരു സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ വാർത്തകൾ നൽകുന്നതിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ നടപ്പാക്കേണ്ട, ഒരു ചാനൽ എന്ന നിലയിൽ അവർ ചെയ്യേണ്ട നിയമപരമായി പൂർത്തിയാക്കേണ്ട നടപടികളിൽ വൻ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്ന് ഹൈക്കോടതിയിൽ മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം മുഴുവൻ നമുക്കാണ് എന്ന തരത്തിൽ വാർത്തകൾ നൽകുന്നു. അതായത് എല്ലാം ധർമ്മത്തിന് പിന്നാലെയാണ് എന്ന് വീരവാദം മുഴക്കുന്നു. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ, അതായത് ചട്ടങ്ങൾ, മിനിമം പാലിക്കേണ്ട ചട്ടങ്ങൾ പോലും അവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് കേന്ദ്ര സർക്കാർ തന്നെ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും രാഖി, അവരുടെ വാചകം തന്നെ എങ്ങനെയാണ്, ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നുള്ളൊരു വാചകമാണ് റിപ്പോർട്ടർ ചാനലൊക്കെ ഉടനീളം ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള നീതിക്കായി പോരാട്ടം നടത്തുന്നു എന്ന് പറയുമ്പോൾ പോലും നിയമപരമായി ഒരു വാർത്താ ചാനൽ എന്ന രീതിയിൽ നടപ്പാക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങളിൽ വൻ വീഴ്ച വരുത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ചാനലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. കാരണം മറ്റുള്ളവർക്കെതിരെ വാർത്തകൾ നൽകുക അല്ലെങ്കിൽ
വസ്തുതാവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ നൽകി അത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്ന രീതിയിൽ പൊലിപ്പിച്ചു നൽകുന്ന വാർത്തകളടക്കമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലടക്കം നിയമ നടപടിയൊക്കെ ഒരു വശത്ത് നേരിടുന്ന സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് സാബു എം ജേക്കബ് ഇതുമായി ബന്ധപ്പെട്ട് ചാനലിൻ്റെ ചട്ടം മറികടന്നുകൊണ്ട് ലൈസൻസ് കൈമാറി എന്നുള്ളൊരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തണമെന്നും തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സാബു എം ജേക്കബ് പരാതി നൽകിയത്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ നടപടികളിൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോട് വിവരങ്ങൾ തേടി, വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിൽ നിന്ന് വിവരങ്ങൾ തേടി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വാർത്താ മന്ത്രാലയവും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വലിയ തരത്തിലുള്ള ഒരു വീഴ്ച റിപ്പോർട്ടർ ചാനൽ വരുത്തി എന്നുള്ള വിവരങ്ങൾ പറയുന്നു. ഈ ഉടമസ്ഥാവകാശം കൈമാറിയിട്ട് ഏകദേശം 3 വർഷത്തോളം അടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് രേഖകൾ കൈമാറാതിരുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. ഇത് വൈകിപ്പിച്ചതിൽ, ലൈസൻസ് കൈമാറ്റത്തിലടക്കം വീഴ്ച വരുത്തിയതിൽ വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 2 മാസമാണ് സമയം നൽകിയിരിക്കുന്നത്. ഈ 2 മാസത്തിനകം തന്നെ മുൻ ഉടമയായ MV നികേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകണമെന്നും വിവരങ്ങൾ നൽകാത്ത പക്ഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. രാഖി. ശരി വീണ, എന്തായാലും റിപ്പോർട്ടർ ചാനലിന് കുരുക്ക് മുറുകുകയാണ്. സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഹൈക്കോടതിയെ വാക്കാൽ ഇക്കാര്യം അറിയിച്ചത്. ചട്ടം മറികടന്ന് ചാനലിന്റെ ലൈസൻസ് കൈമാറി എന്നായിരുന്നു ഹർജിയിലെ പ്രധാന വാദം. എന്തായാലും ലൈസൻസ് ഉടമയോട് വിശദീകരണം തേടിയിട്ടുണ്ട് കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സാബു എം ജേക്കബ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി ഉണ്ടായത്. MS വീണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.